നമസ്കാരം ബാലാജി. ഹസ്തദാനമില്ല അതെ, ഇപ്പൊ പഴയ നമസ്കാരത്തിലേക്ക് എത്തി. നമസ്കാരം. പിന്നെ സുഖായിരിക്കുന്നു ഏട്ടാ. ഏതാണ് പുതിയ? ഇപ്പോ കഴിഞ്ഞ ഒരു 3 പടങ്ങൾ കഴിഞ്ഞു. ഒരു താത്വിക അവലോകനം എന്ന് പറഞ്ഞിട്ട്. താത്വിക അവലോകനം എന്റെ അമ്മേ, ഒരു പൊളിറ്റിക്കൽ സട്ടയറാണ്. ജോജു, നമ്മുടെ മണിമുള്ള ചേട്ടൻ, നിരഞ്ജനൊക്കെ ചെയ്യുന്ന ഒരു പുതിയ പയ്യൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം. പിന്നെ 2 എന്ന് പറഞ്ഞൊരു വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകന ഒരു പടം. അങ്ങനെ വീണ്ടും സിനിമകൾ പതുക്കെ സജീവമായി. വെരി ഗുഡ്. അപ്പൊ എന്തായാലും നമുക്ക് ആ സിനിമകളെ കുറിച്ചും ബാലാജിയുടെ ചില കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. എന്താണ് ഈ കുടുംബ പ്രേക്ഷകർക്ക് ഒരു പ്രശ്നം? എനിക്ക് തുടങ്ങാം. ബാലാജി ശർമ്മ എന്ന് വന്നല്ലോ, എന്താണ് ഈ ശർമ്മ? അത് ബേസിക്കലി തമിഴ് അയ്യരാണ്. അയ്യരാണ്. എന്നിട്ടാണോ ഈ വില്ലത്തരം? സാധാരണ ഈ അയ്യര് സ്വാമി എന്നൊക്കെ പറയുമ്പോൾ സ്വാത്വികരാണ്. ജീവിതത്തിൽ സ്വാത്വികനാണ്, പക്ഷെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം. ഇത് കഴിയുമ്പോൾ അവർക്ക് റിസൾട്ട് വരും. ഈ വില്ലൻ കഥാപാത്രമാണല്ലോ ഇപ്പൊ ഒരു സീരിയലിൽ ചെയ്യുന്നത്. എന്താണ് ഇത്ര ഇഷ്ടം ഈ വില്ലനോട്? ചേട്ടാ, ഇഷ്ടത്തിന്റെ നമ്മുടെ ചോയ്സ് അല്ലല്ലോ, കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഇത് ഞാനൊരു 6 വർഷം സീരിയലൊന്നും ചെയ്തില്ല, ഏകദേശം 5-6 വർഷം എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ്. സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനൊരു കഥാപാത്രം വന്നു, ഒരു പ്രമുഖ ചാനലിലെ ഏഷ്യാനെറ്റിലാണ് അത് വന്നപ്പോൾ. ആ കഥാപാത്രത്തിൻ്റെ ഒരു തെലുങ്ക് സീരിയലായിരുന്നു അത്. അപ്പോൾ തെലുങ്ക് സീരിയലിൻ്റെ മൊഴിമാറ്റമാണ്. പിന്നെ ബംഗാളിയിലും പിന്നെ തമിഴിലും ഒക്കെ ഉണ്ട്. അപ്പോൾ കഥാപാത്രം കേട്ടപ്പോൾ എനിക്ക് കുറച്ച്, അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു കഥാപാത്രമായിട്ട് തോന്നി. ഒരു മെയിൻ അച്ഛൻ മകൾ ബന്ധമാണ്, പെൺമക്കൾ ഇഷ്ടമില്ലാത്തൊരു അച്ഛൻ. അങ്ങനെ ഒരു സംഭവമാണ്. കാരണം ഒരു കാരണവുമില്ല, ആ പെൺകുട്ടി ജനിച്ചുകൊണ്ട് ആ കുട്ടിയെ ഇട്ട് പീഡിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഉണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഇപ്പോഴും ഈ പെൺകുട്ടി എന്ന് പറയുന്ന അവരൊരു പോരായ്മയായിട്ടാണ് കാണുന്നത്. പരായ എന്നാണ് പറയുന്നത്, വീട്ടിൽ നിന്ന് പോകുന്ന. വീട്ടിൽ നിന്ന് പറഞ്ഞു വിടേണ്ട, എന്നാ പെൺകുട്ടിയെ വേണം താനും. അതെ, ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലേ വേറെ പെൺകുട്ടി ജനിക്കുള്ളൂ. ബാലാജിയുടെ ഒരു വന്ന വഴി എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറയാം. നമ്മളിങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, സ്കൂൾ കഴിഞ്ഞ് കോളേജിലെത്തി, പ്രീ ഡിഗ്രി അന്നത്തെ. അപ്പോൾ ഈ മാട്ട സ്റ്റേജുകളിൽ മിമിക്രി കളിച്ചിട്ടുള്ള ഒരു കലാപാരമ്പര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ലാന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആണോ? 86% ഉണ്ടായിരുന്നു. 86. വിദ്യാരാജ വിദ്യാമന്ദിർ സ്കൂളിലാണ് പഠിച്ചത്. കോളേജിൽ ആർട്സ് കോളേജ് ആയപ്പോഴത്തേക്കും ഭയങ്കരമായ ഉഴപ്പും സിനിമ. ഞാനും ആർട്സ് കോളേജ് തൊട്ടടുത്ത്, ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അതെ. അപ്പോൾ അവിടെ പോയി ഭയങ്കരമായ ഉഴപ്പും സിനിമ കാണക്കവും, ക്ലാസ് കയറാതെ ആവുകയും. ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ഏത് വർഷമായിരുന്നു? ഏത് ബാച്ചാണ്? 1990. 1990 പ്രീ ഡിഗ്രി. അതെ. അപ്പോൾ അങ്ങനെ നടന്ന സമയത്താണ് എയർഫോഴ്സിൻ്റെ ഒരു കോൾ വരുന്നത്, എയർഫോഴ്സിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എഴുതാൻ പോയി. ഞാനും ഒരു ഫണ്ട് സേക്കിന് പോയി എഴുതാൻ പോയി. എനിക്ക് മാത്രം കിട്ടി. അത് ശരി. അന്ന് 10ാം ക്ലാസ് മതിയായിരുന്നു ക്വാളിഫിക്കേഷൻ. പെണ്ണും കൊണ്ടുപോയി. ഇപ്പോൾ പരീക്ഷ വരുന്നത്, പ്രീ ഡിഗ്രി പരീക്ഷ, ഫസ്റ്റ് ഇയർ പരീക്ഷ വരുന്ന സമയത്താണ് ഈ എയർഫോഴ്സിൻ്റെ ഇത് വരുന്നത്, കോൾ ലെറ്റർ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എയർഫോഴ്സിലൊക്കെ പോകും. അപ്പം പിന്നെ റിസൾട്ട് അറിയില്ലല്ലോ, വീട്ടുകാരെ പേടിക്കണ്ടല്ലോ. അങ്ങനെ എയർഫോഴ്സിൽ പോയതാണ്. അവിടെ പോയി 20 വർഷത്തെ ബോണ്ടൊക്കെയാണ് സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മളൊന്നാമത് 16 വയസ്സിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ 16 വയസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ 20 വർഷത്തെ ബോണ്ട് സൈൻ ചെയ്യണം. 16 to 20 ആണ് അവരുടേത്. അങ്ങനെ എയർഫോഴ്സിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ കല എന്നുള്ളൊരു സംഭവം കിടക്കുന്നുള്ളതുകൊണ്ട് അതൊരു ഇങ്ങനെ നമുക്കിനി തിരിച്ചു വരാൻ 20 വർഷം കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ ട്രൈ ചെയ്ത് വരുന്ന കാര്യവും നടക്കില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അവിടെ പോയി ഡിഗ്രി പഠിച്ചു, LLB പഠിച്ചു. എന്നിട്ട് ഞാൻ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ഡിസ്ചാർജ് വന്നു. അല്ലാതെ ഡിസ്ചാർജ് ബോണ്ട് കഴിയാതെ വരാൻ പറ്റില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അസുഖമാണ്, ഒറ്റ മകനാണ് ഞാൻ. ചേച്ചി ഉണ്ടെങ്കിലും ആസ് എ സൺ ഒറ്റയാളേ ഉള്ളൂ. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങിച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു, അപ്പം LLB ഉണ്ട് കയ്യിൽ. അതാണ് വീട്ടിലൊരു ബലം, വീട്ടിൽ കാണിക്കാനും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ എല്ലാവരും മണ്ടത്തനമല്ലോ, എയർഫോഴ്സ് പോലൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗം കളഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തനമായിട്ടാണ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. വീട്ടുകാർ മാത്രം, അമ്മയൊക്കെ ഒന്ന് സപ്പോർട്ടുണ്ടായിരുന്നു. അമ്മ പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി, അപ്പം അമ്മയ്ക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അഡ്വക്കേറ്റ് നമ്മൾ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സന്നദ്ധൊക്കെ എടുത്തിട്ട് ഒന്ന് സിനിമ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്തു, ഒരു 6 മാസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ 10-20 വർഷമായിട്ട്. ആദ്യത്തെ സിനിമ ആദ്യം
ഈ എയർഫോഴ്സ് ജോലിക്കിടയിൽ വന്നിട്ട് ഞാനൊരു സിനിമ പരീക്ഷണം നടത്തിയായിരുന്നു, അഭിനയിച്ചു. ഏത് സിനിമയാണ്? മീൻ തോണി എന്ന് പറഞ്ഞിട്ടൊരു പടം. മീൻ തോണി. അതായത് അതൊരു ആർട്ട് ഫിലിമായിരുന്നു. അത് റിലീസൊന്നും ആയില്ലെന്ന് തോന്നുന്നു. റിലീസായ ആദ്യത്തെ പടം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, രാജസേനൻ സാറിൻ്റെ. ഓ, രാജസേനൻ സാർ. അതാണ് ആദ്യമായിട്ട്. ആരാണ് പരിചയപ്പെടുത്തിയത്? അത് എൻ്റെ അമ്മയുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന മഹേഷ് മിത്ര എന്ന് പറയുന്നിട്ട് ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എഴുതിയത്. പുള്ളി ഇപ്പോൾ ഇല്ല. അതിനകത്തും വില്ലൻ വേഷമാണോ? അല്ലല്ല, അതിനകത്ത് വളരെ ജൂനിയർ ആർട്ടിസ്റ്റിന് സമമായ ഒരു വേഷം. ഒരു ഡയലോഗുണ്ട്. എന്താണ്? ഒരു അതേ ഉള്ളൂ. ഡയലോഗ് പറയണോ? അതാണിപ്പോൾ ആദ്യത്തെ ഡയലോഗ് അല്ലേ. പെരുമാളല്ലാതെ മറ്റൊരു സ്വർണ്ണ കച്ചവടക്കാരനും ഈ ലേലം അറിഞ്ഞിട്ടില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഈ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ. ഒരു സ്വർണ്ണക്കാരെല്ലാം പണിക്കാരെല്ലാം കൂടെ ഒന്ന് ബേളം ഉണ്ടാക്കുന്നു. ജയറാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു ലിബർട്ടി ഓഫീസിലായിരുന്നു, പാലയിലായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ അതാണ് അങ്ങനെ ആർട്സ് കോളേജിൽ തുടങ്ങി, അവിടുന്ന് നേരെ പോയി എയർഫോഴ്സിൽ പോയി, അവിടുന്ന് LLB എടുത്തു. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ തിരിച്ചു വന്ന് ഈ സിനിമ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ തിരിച്ചു വന്നിട്ട് എന്താണ് അഭിനയം ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ 20 വർഷം അഭിനയിച്ചുകൊണ്ടേയിരിക്കും. അതെ അതെ, ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് പോകട്ടെ. ഓക്കെ. രാത്രിയാകുമ്പോൾ കടലിലെ വെള്ളം ചൂടാകുന്നത് എന്തുകൊണ്ട്? LLB പിന്നെ എന്തുകൊണ്ട്? ഇതിൽ ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. കോമ്പറ്റീഷൻ്റെ ആയിട്ട് എല്ലാത്തുണ്ടേ, ഇതിന് ഗപ്പ് കിട്ടിയിട്ടില്ല. നോക്കട്ടെ. രാത്രിയാകുമ്പോൾ ചൂടാവുന്നു. എന്തെങ്കിലും ആരെങ്കിലും ദേഷ്യപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞാണോ? അതാരാന്നാ ചോദിച്ചത്? തിരമാല. കറക്റ്റ്. എനിക്ക് ഉത്തരം എന്താണെന്നറിയോ? സൂര്യൻ. സൂര്യൻ അസ്തമിക്കില്ലേ വെള്ളത്തിലോട്ട്? അതുകൊണ്ട് അപ്പൊ ചൂടാവും. ഇതൊക്കെ ആര് കണ്ടുപിടിച്ച സാധനമാണ്? എന്തായാലും ബാലാജി ഒരു പാട്ടൂടെ പാടും. മണ്ഡലകാലമായി മണികണ്ഠ സ്വാമിയെ കാണുവാനായി, മണ്ഡലകാലമായി മണികണ്ഠ സ്വാമിയെ കാണുവാനായി, മലയിട്ട് നെയ് നിറച്ച് നാളികേരമുടച്ചു ഗണപതിക്ക്, മലയിട്ട് നെയ് നിറച്ച് നാളികേരമുടച്ചു ഗണപതിക്ക്, ഇരുമുടി കെട്ടേന്തി മാമല കേറുവാൻ തേടി വരുന്നേനയ്യപ്പ, സ്വാമി അയ്യപ്പ, സ്വാമി അയ്യപ്പ, സ്വാമി അയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ. അതിനകത്ത് ഫസ്റ്റ് ചേട്ടാ എപ്പോഴും ഈ സിനിമ ഓർമ്മ വരുന്നതായി ആദ്യം പുലരേ പൂന്തോണിൽ എന്നുള്ള പാട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിലാണ് സിനിമ ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സീൻസ് ആണ്, കുറെ ഡയലോഗ്സ് ഒന്നുമില്ല. മമ്മൂക്കയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഈ സ്കൂളിൽ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഒരു ചിരിയുണ്ട് ഇങ്ങനെ. എന്നിട്ട് പേന ഒക്കെ കാണിച്ചിട്ട് ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും അച്ഛൻ ഇവള് പാടിക്കൊണ്ടിരിക്കും പറയും പിന്നെ വാന്നൊക്കെ പറഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ. ഇതുപോലെയൊക്കെയുള്ള ഒരു കഥാപാത്രം ഇനിയും മമ്മൂക്ക ചെയ്യണം. അയ്യോ തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം കിട്ടിയാ ചെയ്യും. അതെ അതെ. കാരണം ഇപ്പൊ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇല്ലല്ലോ, അതാണ് എന്റെ പ്രശ്നം. ചെയ്തു വെച്ച് ഒരുപാട് കഥാപാത്രങ്ങൾ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പം പുതിയത് കണ്ടുപിടിക്കണം. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? അതെ. എത്ര കുട്ടികളാണ്? എനിക്കൊരു മോള് 2.5 വയസ്സായിട്ടേ ഉള്ളൂ. അതെന്താ അങ്ങനെ? ലേറ്റ് ആയിരുന്നു കുട്ടി ജനിച്ചത്. കല്യാണം കഴിഞ്ഞത്? കല്യാണം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു. അതെ, ബാലാജിയെ വെച്ച് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ പടം വിജയിക്കും എന്നൊരു കേൾവിയുണ്ട്. അതെന്താണത്? ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങും. അതെ, അത് ഒരു സമയത്ത് ഞാൻ കൂടെ ഭാഗവാക്കായ ചില സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ 50 കോടി ക്ലബിൽ മുകളിൽ പോയി. അപ്പോൾ ഈ ട്രോളേഴ്സിന് എന്തെങ്കിലും വേണമല്ലോ, ഒരു വാർത്ത സൃഷ്ടിക്കണമല്ലോ. അങ്ങനെ അവരതിനൊരു ഈ പടങ്ങളിലൊക്കെ കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നോക്കിയപ്പോൾ ഞാനുണ്ട് ഈ സിനിമകളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇയാളെ വെച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ 50 കോടിയിൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോൾ അടിച്ചിറക്കി. അങ്ങനെ ഒരു സംഭവം. അത് എൻ്റെ ഭാഗ്യമാണ്. അല്ലാതെ അല്ല, ഞാൻ ചോദിക്കുന്നത് സ്വന്തമായിട്ട് ഇറക്കിയാണോ? അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും എവിടെ കയറി പോയാൽ. ഇപ്പൊ ഇവിടെ എല്ലാരും സെൽഫ് പ്രൊമോഷൻ. അതെ അതെ, അത് വേണം ഒരു കാലഘട്ടം. അതെ അതെ, മാർക്കറ്റിംഗ്. കാരണം എന്തുണ്ടെങ്കിലും എടുത്ത് അങ്ങോട്ട് എറിയ. യൂട്യൂബ് കിട്ടുന്ന ഇനി പോരട്ടെന്നാണ്. ഗൂഗിളിൽ നിന്ന് കിട്ടുമല്ലോ പൈസ, ഡോളർ കിട്ടും. എല്ലാവർക്കും ചാനലുണ്ട്. എനിക്കും ഉണ്ട് ഒരു ചാനൽ, യൂട്യൂബിലുണ്ട്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഇപ്പൊ 65,000 അങ്ങനെ എന്തുണ്ടായി. ഒരേ കിട്ടാൻ തുടങ്ങിയോ? ചെറിയ വരുമാനം. കാരണം ഈ കൊറോണ സമയത്ത് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക്. സത്യം അതാണ്. കാരണം അവിടാണ് ഞാനും തുടങ്ങിയത്. കാരണം അതുവരെ ഇത്രയും നാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയോ ഒന്നുമില്ല. എനിക്ക് നേരത്തെ ആകാമായിരുന്നു. കാരണം ഞാൻ 42 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ഞാൻ ഈ പാടി ഓരോ കമ്പനിക്ക് കൊടുത്തു. ഓരോ കമ്പനികൾ, അതായത് ഫോർ എക്സാമ്പിൾ രഞ്ജിനി ഗ്യാസസ്, പിന്നെ അങ്ങനെ നിരവധി കമ്പനികൾക്ക് ഞാൻ എൻ്റെ പാട്ട് പാടിക്കൊടുത്തു. പക്ഷേ എൻ്റെ കമ്പനി തുടങ്ങിയിട്ട് പോലും, MG സൗണ്ട്സ് ആൻഡ് ഫ്രെയിംസ് തുടങ്ങിയിട്ട് പോലും ഞാൻ പാട്ടിൻ്റെ
പാടി അങ്ങ് കൊടുക്കുന്നു, വിൽക്കുകയാണ്. പിന്നാണ് ഈ നമ്മുടെ ഈ എന്താണ് യൂട്യൂബിൻ്റെ ഇത് അറിയുന്നതും അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നു എന്ന് അറിയുന്നത്. അതൊരു വലിയ സംഭവം. അതേ പാട്ട് ചേട്ടൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ചേട്ടന് കോപ്പിറൈറ്റ് അടിക്കും. അപ്പം ഞാൻ പാടിയ പാട്ടുകൾ, അതായത് ഞാൻ പറഞ്ഞ സിനിമയിലെ അല്ല, മനസ്സിലായി, ഡിവോഷണലായിട്ട് ഞാൻ പാടിയ, ചേട്ടൻ ക്രിയേറ്റ് ചെയ്ത പാട്ടുകൾ, ഞാൻ പാടിയ പാട്ടുകൾ, ഞാൻ എൻ്റെ സംഗീതത്തിൽ ഞാൻ പാടിയ പാട്ടുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുറേ എമൗണ്ട് എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ആ കാര്യം ഇപ്പോൾ ആൾക്കാർ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നെടുത്ത് ഈ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. തീർച്ചയായിട്ടും രണ്ടുമുണ്ട്. അതിൽ ഏറ്റവും കുഴപ്പം പിടിച്ചതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്, ലൈക്ക് വരുന്നതും റവന്യൂ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഹെഡ്ലൈൻ, MG ശ്രീകുമാറിന് കൊറോണ സമയത്ത് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. വീട്ടിലിരുന്ന് പാട്ടുണ്ടാക്കി. അതാണ് സംഭവം. കണ്ടന്റ് വീട്ടിലിരുന്ന് കുറെ പാട്ടുണ്ടാക്കി പാടി. ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം റീമിക്സ് ചെയ്തു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിന്റെ ചോദ്യം എന്ത് സംഭവിച്ചു? ചേട്ടാ, ഞാനേ അതിന് എത്ര ലൈക്ക് വന്നെന്നറിയോ? 78K. ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ എഴുതി. മമ്മൂക്കയുമായ ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു സ്വപ്നം. അതിനകത്ത് മമ്മൂക്ക സ്വപ്നത്തിൽ വന്ന് എൻ്റെ അടുത്ത് പറയുന്ന ഒരിതുണ്ട്, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് ആവശ്യം, സിനിമയ്ക്കല്ല, സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല, നമുക്ക് ആണ് സിനിമ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്ക എനിക്കൊരു ഉപദേശം തരുന്നതിനെ കുറിച്ചിട്ട് ഒരു കൂടിക്കാഴ്ച സംഭവം എഴുതി. ഇതിൻ്റെ തംബ്നെയിൽ മറ്റുള്ള ആൾക്കാർ ഇതിനെ ഏറ്റുപിടിച്ചിട്ട് മമ്മൂക്ക ബാലാജിയോട് ഉടക്കിയത് എന്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് മതി. അപ്പൊ സ്വാഭാവിക മമ്മൂക്ക ദേഷ്യത്തോടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടാണ് 1 മില്യൺ വ്യൂസ്. ഭയങ്കര വ്യൂസ് ആയിരുന്നു. തംബ്നെയിലാണ് കാര്യം. അതെ, എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് വളരെ സ്പീഡായിട്ട് പോയി, സെക്കൻഡ് ഹാഫിൽ ലാഗ് അടിച്ചു, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, ഭയങ്കര ബോറാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് കൊണ്ട് കുളിച്ചു. ഇത് പിന്നെ ലാസ്റ്റിൽ ക്ലൈമാക്സ് പറയുന്നുണ്ട്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്നും അത്ര പോരാ, പക്ഷെ ക്ലൈമാക്സ് കൊള്ളാം. പിന്നെ തിരിച്ചും പറയും പടം അടിപൊളിയായിട്ട് വന്നാണ്, ക്ലൈമാക്സ് കൊണ്ട് കൊളവലച്ച്. എന്താണ് ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളത്? അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇങ്ങനെ ഓടി പഴയ കാലഘട്ടത്തിൽ സിനിമ ഇങ്ങനെ ഓടി ഒരു 100 ദിവസം ഓടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പബ്ലിക്കിന് മൗത്ത് പബ്ലിസിറ്റി വഴി എത്തുള്ളൂ. ഇന്ന് പടം തുടങ്ങി ഒരു സീൻ കഴിയുമ്പോൾ അവൻ്റെ ആദ്യത്തെ റിവ്യൂ വരും മൊബൈലിൽ. ഫസ്റ്റ് സീൻ കഴിയുമ്പോൾ ഫസ്റ്റ് സീൻ പൊളി, ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കും. അവൻ ഈ സിനിമ തിയേറ്ററിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ കാണും, പിന്നെ ഡയറക്റ്റഡ് ബൈ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹീറോയുടെ ഇൻട്രോ ഒരെണ്ണം കാണും. അത് കഴിഞ്ഞ് അപ്പം മുതൽ അവൻ ഈ റിവ്യൂ എഴുത്തു തുടങ്ങും. അപ്പോൾ ഇവൻ ഒരു സകലകല വല്ലഭനാണെന്ന് കാണിക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ത്വര. അതാണ് പകുതി റിവ്യൂസിലും കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ. അപ്പം കംപ്ലീറ്റ് സിനിമയും കൊള്ളാം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കൊള്ളില്ല, സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കൊള്ളില്ല, ഫസ്റ്റ് ഹാഫ് കൊള്ളാം പക്ഷേ ലാഗുണ്ട്, സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ പോർഷൻ ലാഗുണ്ട്. പക്ഷേ അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം പ്രിയദർശൻ്റെ അടുത്ത്, അതായത് പ്രിയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പ്രിയ ഇങ്ങനെ പറയുന്നതല്ലോ, ഇതിനകത്ത് പ്രിയൻ എന്ത് പറയുന്നു? പ്രിയൻ പറഞ്ഞടാ, സിനിമ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ. അത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിരിക്കുന്ന മൂത്രം ഒഴിക്കാൻ പോകാനാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒറ്റ സിനിമയുള്ളൂ, അതിനൊരു അഭിപ്രായമേ ഉള്ളൂ. കറക്റ്റ്, അതാണ് അതിൻ്റെ സത്യം. അതെ. അനുവേ, നിനക്ക് രാധാമണി, രാധ, ജലജ ആരെയാണ് നീ പ്രിഫർ ചെയ്യുന്നത്? 3 കുഴപ്പമില്ല. 3 പേര് ചുമ്മാതല്ല, നിനക്ക് ഡെയിലി തൊഴി കിട്ടുന്ന വീട്ടിൽ നിന്ന് 2 in 1 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 3 in 1. അതാണ് പുള്ളി എല്ലാ പരിപാടിയും അറിയാന്നുള്ളത്. അതെ, ചേട്ടൻ പറഞ്ഞില്ലേ പാട്ട് പാടും, മറ്റേ അതായത് പാട്ട് ഇഷ്ടപ്പെടുന്ന ലേഡീസ് അങ്ങനെ വരട്ടെ, ഫ്ലൂട്ട് ഇഷ്ടപ്പെടുന്ന ലേഡീസ് അങ്ങനെ വരട്ടെ, പിന്നെ കീബോർഡ് ഇഷ്ടപ്പെട്ട് അങ്ങനെ വരട്ടെ, തബല ഇഷ്ടപ്പെടുന്നതിന് അങ്ങനെ വരട്ടെ. ഓ, എനിക്ക് ഇവനെ കൊണ്ട് തോറ്റു കേട്ടോ. ബാലാജി ഒറ്റ മകനാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഒരുപാട് അനുസരണക്കേട് കാണിച്ചു കാണുമല്ലോ. അയ്യോ, അതേ ഉള്ളൂ. ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അതെ. അതിന്റെ അടുത്താണ് വിമൻസ് കോളേജ്. അല്ല, ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 3:30 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മൾ ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് കാണും. അവിടെ കാണണമല്ലോ, കണ്ണിനൊരു കുളിർമയേകുന്ന കാഴ്ചകൾ. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ സൈക്കിളാണ്. അന്ന് സൈക്കിളേ ഉള്ളൂ. സൈക്കിളിൽ അത് നമ്മുടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിൽക്കും.
നിൽക്കുമ്പോൾ ഓരോരുത്തർ പോകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലിങ് ക്ലിങ് ബെല്ല്. കാരണം എന്തൊരു പേടിയാ. അതെ അതെ. കാരണം ആരെങ്കിലും കാണുമെന്നൊന്നും അറിഞ്ഞൂടല്ലോ. ഇപ്പോഴാർക്ക് പേടി, എന്ത് പേടിയാ. ഇപ്പൊ അപ്പൊ വാട്സപ്പ് കൊടുക്കല്ലേ. ഒരു 2 ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഒരാൾ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ മതി മതി, ആ ദിവസം ഹാപ്പി. ഭൂമിദേവി പുഷ്പിണിയായി. ഞാൻ ചോദിച്ചൊന്നും അതല്ല, അങ്ങനെ ബാലാജിയുടെ ഒരു അനുഭവം പറയാൻ പറഞ്ഞു. അനുഭവങ്ങളൊന്നും ഏത് പറയണം. നമ്മളിങ്ങനെ കുറച്ച് എല്ലാവരെയും നമ്മൾ കോളേജ് വിടുന്ന സമയം സിനിമയ്ക്ക് പോവുക. കോളേജ് ടൈമിൽ കോളേജിൽ പോകാറില്ല. വല്ല പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകുള്ളൂ. അല്ലെങ്കിൽ സിനിമ കാണാൻ പോകും. 2 രൂപ ടിക്കറ്റ് പോയി ഫ്രണ്ടിൽ പോയിരിക്കുക, കാണുക, തിരിച്ചു വരിക. സൈക്കിൾ തന്നെയാണെന്നും. ഞാനൊക്കെ അന്ന് 75 വയസ്സ്, അന്ന് 50 വയസ്സ് 75 വയസ്സ്. നമ്മളന്ന് ഞാനും പ്രിയനും ആയിരുന്നു ഏറ്റവും വലിയ സുഹൃത്തുക്കൾ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പം ഞങ്ങളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ കപ്പ മോഷണമാണ്. കപ്പ മോട്ടിക്കും, എന്നിട്ട് അത് കൊണ്ട് വിൽക്കും, പിന്നെ അത് കഴിക്കും. പിന്നെ തൊട്ടപ്പുറത്തൊരു ചൈൽഡ് വെൽഫെയർ സെൻ്റർ ഉണ്ട്. അവിടെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വയ്ക്കും പിള്ളേർ പഠിക്കുന്നവർ. ഞങ്ങൾ വൈകുന്നേരം പോയി എടുക്കും, ഞങ്ങൾ കൊണ്ടുപോയി വിൽക്കും, എന്നിട്ട് പൈസ കിട്ടും. ആ പൈസ എടുത്തിട്ട് സിനിമ കാണാൻ പോകും. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. റോട്ടി കപ്പടെ ഒരു മക്കാൻ ആ സിനിമ അമിതാഭ് ബച്ചൻ അല്ലേ? അതെ, അമിതാഭ് ബച്ചനെ ഞാൻ കണ്ടത് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലേ, അത് 50 പൈസ ടിക്കറ്റിൽ അജന്ത തിയേറ്ററിൽ ഫ്രണ്ടിൽ, ഏറ്റവും ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ. എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കാല് മാത്രമേ. ഓഹോ, അങ്ങേറ്റത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ എത്ര അനുഭവങ്ങളാണെന്ന് അറിയാം. നമ്മള് ചിത്രം സിനിമ, ചേട്ടൻ്റെയൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടുള്ള ചിത്രം സിനിമ ഇറങ്ങുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു സമയമാണ്. അന്ന് ഞങ്ങൾ ഭയങ്കര തിരക്ക്. അതായത് ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്പോർട്ട് ഭയങ്കര ഇതായല്ലോ. അത് ഒരുവിധം സിനിമ കുറച്ച് താമസിച്ചാണല്ലോ റിലീസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അപ്പോൾ ഞാനൊരു ഫ്രണ്ടിനെയൊക്കെ പുറഞ്ഞ് വിട്ടിട്ട് ഫ്രണ്ടിൽ കയറ്റി സീറ്റൊക്കെ പിടിച്ചിടാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നീന്തിയാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. നീന്തിയൊക്കെ ടിക്കറ്റ് എടുത്ത് പോലീസുകാരൊന്ന് അടിക്കുന്നു. അതിൻ്റെ ഇടയിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോയി ഇരിക്കാൻ പോയപ്പോഴത്തേക്ക് വേറെ ആൾ വന്നിരുന്നു ആ സീറ്റിൽ. അപ്പോൾ ഈ സുഹൃത്തിനടുത്ത് സീറ്റ് പിടിച്ചിടാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാനും അവനും കൂടെ കശപശയായി വഴക്കായപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിന് എന്നെ അറിഞ്ഞേ കൂടാ. ടിക്കറ്റ് സീറ്റ് പിടിച്ചിട്ടാൻ പറഞ്ഞു. അവനെ പറഞ്ഞു വിട്ട് അവിടെ സീറ്റ് ഞാൻ പിടിച്ചിട്ടിട്ട് അവനൊന്നും അറിഞ്ഞുകൂടാതെ ഇരുന്നു. ഞാനും അവനോട് വഴക്കുണ്ടാക്കി. ആ ഫസ്റ്റ് സീനൊക്കെ വരുമ്പോഴൊക്കെ ഇതായിരുന്നു അന്നത്തെ ഒരു സിനിമാനുഭവം എന്നൊക്കെ പറഞ്ഞു. അന്ന് സിനിമ കാണുന്നതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അതായത് 2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപ 35 പൈസ സിനിമയ്ക്കാണ്. എൻ്റെ കണക്കെന്താണെന്നറിയാം. 75 പൈസ സിനിമ, 75 പൈസ സിനിമ, 10 പൈസ സൈക്കിൾ വയ്ക്കുന്നതിന്. സൈക്കിൾ വയ്ക്കുന്നതിന് ചാർജ് ഉണ്ട്. പിന്നെ 2 പേർക്കും കൂടെ കപ്പലിൻ്റെ വാങ്ങിക്കുന്നതിന്. പിന്നെ പറ്റിയാൽ ഒരു പാട്ട് പുസ്തകം കിട്ടിയാൽ അതും കൂടെ. ഇപ്പൊ പാട്ട് പുസ്തകമൊന്നുമില്ല. ഇപ്പൊ എല്ലാം കയ്യിലായല്ലോ. അതെ. ഈ സിനിമയിൽ ഇത്രയും കാലം അഭിനയിച്ചു, സീരിയലിൽ വന്നു. ഒരു ഡയലോഗ്, വില്ലൻ ഡയലോഗ് ഒന്ന് പറയാമോ? വില്ലൻ ഡയലോഗായിട്ടല്ല ഏട്ടാ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് നല്ലൊരു സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുന്ന ഒഴിമുറി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. മധുബാലേട്ടൻ്റെ. അതായത് പെങ്ങളെ അച്ഛന് വയ്യ, അപ്പോൾ പെങ്ങളെ വീട്ടിൽ വിളിക്കാൻ വരികയാണ് ഇയാൾ. അപ്പോൾ പെങ്ങളുടെ ഹസ്ബൻഡാണ് ലാലേട്ടൻ, സിദ്ദിഖ് ലാലേട്ടൻ ചെയ്യുന്ന കഥാപാത്രം. പുള്ളി സമ്മതിക്കില്ല. അങ്ങനെ ഒരു ഫാമിലിയാണ് അവർ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ വിട്ട് വിടില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സിൽ ഇയാൾ പറഞ്ഞിട്ട് പോകുന്നൊരു സാധനമാണ് ആ ഡയലോഗ്. ചത്തടി, എനിക്ക് നീ ഇപ്പം ചത്ത് പോണ വഴിക്ക് ആറ്റിലൊരു മുങ്ങിലിട്ട് നിന്നെ ഒഴിച്ചിട്ടേ ഞാൻ പോളോടി. ചങ്ക് വിട്ട് എൻ്റെ അച്ഛൻ ചാവടി മഹാഭാവി, ചങ്ക് വിട്ട് എൻ്റെ അച്ഛൻ ചാവടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. സവാഷ്. ആ സീന് ഭയങ്കര ഒരു സീനായിരുന്നു. ആ സീനാണ് നമ്മളെ സിനിമയിലേക്ക് സജീവമാക്കിയത്. ബാലാജി സിനിമയിൽ അഭിനയിക്കാൻ കയറിയെങ്കിൽ വില്ലൻ വേഷങ്ങളിൽ നിങ്ങൾക്ക് നല്ല സുഖമായിരുന്നു. ബലാത്സംഗം ചെയ്യായിരുന്നു പണ്ട് സിനിമയിൽ. ഒരു സിനിമയിൽ ഒരു ബലാത്സംഗം ഇല്ലാത്ത സിനിമ അത് ചില വ്യക്തികൾ, പ്രത്യേകിച്ച് വ്യക്തികൾക്ക് ഏൽപ്പിച്ചിരിക്കും. 1-2 വ്യക്തി സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അത് വളരെ സാത്വികന്മാരായ മനുഷ്യന്മാരാണ്. ടി ജി രവി സാറ്, അദ്ദേഹത്തെ പോലെ സാത്വികനായ മനുഷ്യനാണ് ഈ ചെയ്യുന്നത്. ബാലങ്കേ നായർ. ഓക്കെ. ഉത്തരത്തിൽ 4 പല്ലുകൾ ഇരിക്കുകയാണ്. പല്ലി മനസ്സിലല്ലേ? പല്ലി. അതിൽ 2 എണ്ണം താഴെ വീണ് ചത്തു. ബാക്കി എത്ര എണ്ണം ഉണ്ട് അവിടെ? 2 എണ്ണം. ബാക്കി 2 എണ്ണം. ആ 2 എണ്ണം ഉടനെ തന്നെ വീണ് ചത്തു. അതെന്താ അങ്ങനെ? ഉത്തരം കിട്ടി കാണൂലേ അതിന്? നോ
ഇതൊക്കെ എഴുതിയ ആളാര്? അനൂപ് തന്നെ. ഉത്തരത്തിൽ ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ടോ? ഇല്ല. ഇല്ല. ഉത്തരം കിട്ടാത്തോണ്ടായിരിക്കും. അതൊരു ചെറിയ ഉത്തരമാണ്. ആണല്ലേ? വളരെ സിമ്പിളാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. വളരെ 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 ചെറുങ്ങി ചോദ്യമാണ്. ഉത്തരം പറയട്ടെ. സ്മാളാണ്, വളരെ ചെറുതാണ്. 2 മണി ചത്തില്ലേ? ചത്തപ്പോഴത്തേക്ക് ബാക്കി 2 ഉണ്ടായിരുന്നില്ല. അവര് കൈകൊട്ടി ചിരിച്ചു. അവര് പല്ലികളെ അവഹേളിക്കുന്ന ഇതുപോലുള്ള പ്രഹേളികൾ. ഇതൊക്കെ പിള്ളേരുടെ ചോദ്യമാണ്. അപ്പൊ ഈ ഷോയുടെ ഇടയിൽ പിള്ളേരും കൂടെ കയറിക്കോട്ടെ, അവരെ രസിച്ചോട്ടെ. കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് MG എന്നെ കാണുന്നതിന്റെ കൂട്ടത്തില് ഒരു ചോദ്യം കൂടെ അവർക്ക് ഇരിക്കട്ടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനൊരു ഇതും കൂടെ ഉണ്ട്, ഉപദേശം കൂടെ ഉണ്ട്. മറ്റുള്ളവർ വീഴുന്ന കണ്ടിട്ട് ചിരിക്കരുത്. അതും കൈകൊട്ടി. ചേട്ടാ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. സിമ്പിൾ ചോദ്യം. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി. തലയിൽ കാല് വെച്ച് നടക്കുന്നത് ആണോ? ഉണ്ടോ അത്? ബാലാജിക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ കണ്ടു ഇപ്പം.